ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവിനകത്ത് വളരെ വലിയൊരു അപാകതയുണ്ട്. ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ ഫിക്സഡ് ഇൻസെൻറ്റീവിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. മന്ത് വലത് കാലിലേക്ക് മാറ്റിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതാണ്. ഇൻസെൻറ്റീവ് 2500 രൂപയായി കുറയുകയാണെങ്കിൽ ഓണറേറിയം 7000 എന്നുള്ളത് 3500 രൂപയായി കുറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് വിചിത്രമായ രീതിയിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രതികാര നടപടി എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓർഡറാണ്. ആശാവർക്കർ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണ സംവിധാനം മുഴുവൻ, പാർട്ടിക്കാർ മുഴുവൻ, CI2 നേതാക്കൾ മുഴുവൻ, എല്ലാ സംവിധാനവും കൂടെ ഈ ആശാവർക്കർക്ക് നേരെ തിരിഞ്ഞൊരു യുദ്ധപ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ജനങ്ങളുടെ ആവലാതികൾ കേൾക്കണം, അത് പരിഹരിക്കണം. അതവരുടെ ഉത്തരവാദിത്തമാണ്, ഒരു ഔദാര്യമല്ലത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്തായാലും ഈ ഒരു ഉത്തരവിനെതിരെ ഇപ്പോൾ ആശാവർക്കർമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഉത്തരവിലെ അപാകതകൾ ആസൂത്രിതമാണ് എന്നാണ് ഇപ്പോൾ ആശാവർക്കർമാർ ആരോപിക്കുന്നത്. നിശ്ചയിച്ച് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയത്. ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടോ? സത്യത്തിൽ ആസൂത്രിതമാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നു. ആ ഉത്തരവിനകത്ത് വളരെ വലിയൊരു അപാകതയുണ്ട്. നമ്മൾ ഓണറേറിയത്തിനായിരുന്നു മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. പ്രധാനമായിട്ടും 700 രൂപ നിരക്ക് 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. നമ്മൾ സമരം തുടങ്ങി ഏതാണ്ട് പകുതി കഴിഞ്ഞപ്പോൾ മന്ത്രി ആ 10 മാനദണ്ഡങ്ങൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പിറക്കി. ഞങ്ങളത് ഉത്തരവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഉപരോധം നടക്കുന്ന ദിവസമാണ് ആ ഉത്തരവ് പുറത്തു വന്നത്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെ സംബന്ധിച്ചാണെന്നുള്ളതുകൊണ്ട് ആ ഉത്തരവിനെ ഞങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ആ ഉത്തരവ് സൂക്ഷ്മമായി കഴിഞ്ഞ ദിവസങ്ങളിലൊന്ന് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തപ്പോൾ മനസ്സിലായത് അതിനകത്ത് ഗുരുതരമായ പെശകുണ്ട്. അതിനകത്ത് ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ ഫിക്സഡ് ഇൻസെൻറ്റീവിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. മന്ത് വലത് കാലിലേക്ക് മാറ്റിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതാണ്. അങ്ങനെ മാറ്റുക മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ ഈ ഇൻസെൻറ്റീവ് കുറയുകയാണെങ്കിൽ അത് ഓണറേറിയത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻസെൻറ്റീവ് 2500 രൂപയായി കുറയുകയാണെങ്കിൽ ഓണറേറിയം 7000 എന്നുള്ളത് 3500 രൂപയായി കുറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് വിചിത്രമായ രീതിയിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ആസൂത്രിതമാണിത്. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതൊരു പ്രതികാര നടപടി എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഓർഡറാണത്. അതുകൊണ്ട് ഇത് പിൻവലിച്ചേ മതിയാവുള്ളൂ. ഈ തട്ടുപൊളിപ്പ പരിപാടികളൊന്നും ഇതിനകത്ത് വേണ്ട. ഇത് വളരെ സുതാര്യമായിരിക്കണം. ഇത് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ആശാവർക്കർമാർ മുഴുവൻ സമയം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ജോലികളും നിലവിൽ തന്നെ ചെയ്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇനി മറ്റൊരു കാര്യം, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ ഒരു തരത്തിലുള്ള മാനദണ്ഡവും പാടില്ലെന്നാണ്. എല്ലാ സംസ്ഥാനവും നോക്കുക. ഫിക്സഡ് ഓണറേറിയം എന്ന് പറഞ്ഞാൽ ആ ഓണറേറിയം എത്രയാണോ അത്രയുണ്ട്. ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. അതിനകത്ത് പിന്നെ മാനദണ്ഡം ചേർക്കാനും വെട്ടിക്കുറയ്ക്കാനുള്ള വകുപ്പില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടുന്നത് ആശാവർക്കർമാർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പിൻവലിക്കുക. എന്നിട്ട് ഈ മാനദണ്ഡങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏറ്റവും കൃത്യമായ ഉത്തരവ് പുറത്തിറക്കണം. അതായത് നിങ്ങൾ ഈ 17-ാം തീയതി സമരം കടുപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ടി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഉപരോധ സമരത്തെ പൊളിക്കാൻ ധാരാളം പരിശ്രമങ്ങൾ നമ്മൾ കണ്ടു. പല വോയിസുകളും പുറത്തു വരുന്ന കണ്ടു. പരിശീലനത്തിന് പോയ ആളുകൾ പറഞ്ഞു 10 മിനിറ്റ് പോലും ഇല്ലാത്ത വളരെ പ്രഹസനമായൊരു കാര്യമായിരുന്നു. ആശാവർക്കർ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണ സംവിധാനം മുഴുവൻ, ഭരണകൂടം മുഴുവൻ, പാർട്ടിക്കാർ മുഴുവൻ, CI2 നേതാക്കൾ മുഴുവൻ, എല്ലാ സംവിധാനവും കൂടെ ഈ ആശാവർക്കർക്ക് നേരെ തിരിഞ്ഞൊരു യുദ്ധപ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. പക്ഷേ അത് പൊളിഞ്ഞുപോയി, അത് തകർന്നുപോയി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആരാണ് പ്രതി എന്ന് മനസ്സിലായി. ഗവൺമെൻറ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നടപ്പില്ല, അത് നടക്കത്തുമില്ല. ഇപ്പോൾ 38-ാം ദിവസം പിന്നിടാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്കേ പ്രതീക്ഷയുള്ളൂ. ഞങ്ങൾക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ സമൂഹത്തിനോടാണ് കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത്. കാരണം സമൂഹം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാരണവശാൽ ഡിമാൻഡുകൾ നേടാതെ നിങ്ങൾ മതിയാക്കി പോരുന്നു. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഗവൺമെൻറ് ചർച്ച ചെയ്യണം.
ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ജനങ്ങളുടെ ആവലാതികൾ കേൾക്കണം, അത് പരിഹരിക്കണം. അതവരുടെ ഉത്തരവാദിത്തമാണ്, ഒരു ഔദാര്യമല്ലത്. 37 ദിവസം ഞങ്ങൾ ചർച്ചയില്ലാന്ന് വിചാരിച്ചിരിക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് തീർച്ചയായിട്ടും അത് പരിഹരിച്ചേ പറ്റൂ. എന്തായാലും നിലവിൽ ആശാവർക്കർമാർ ആരോപിക്കുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിൽ ഒരുപാട് അപാകതകൾ നിലനിൽക്കുന്നു. ഇത് ആശാവർക്കർമാരുടെയും പൊതുജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ആസൂത്രിതമായ അപാകതകൾ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.